2026 ജനുവരി 11 കാലിഫോർണിയയിലെ ബെവർലി ഹിൽസിലെ ബെവർലി ഹിൽട്ടണിൽ നടന്ന 83ാമത് ഗോൾഡൻ ഗ്ലോബ്സിന്റെ കാർപ്പറ്റിന് പതിവ് തെറ്റിക്കുന്ന ചുവപ്പായിരുന്നു. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ വന്നു വീണ് ചുവന്ന പുതിയ കാർപ്പറ്റ്, റുഫെല്ലോ മുതൽ ക്ലൂണി വരെ ചെറുത്തിൽ പടയാളപ്പെടുത്തി കടുപ്പിച്ച ചുവപ്പ്. വെനിസ്വേലയുമായ ഒരു യുദ്ധത്തിനരികെയാണ് നമ്മളിപ്പോൾ. നിയമവിരുദ്ധമായ ആ നാടിനെ നമ്മൾ ആക്രമിച്ചു. പ്രസിഡന്റ് ലോകത്തോട് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ തനിക്ക് ബാധകമല്ലെന്നാണ്. സ്വന്തം ധാർമ്മികത മാത്രമാണത്രേ പ്രധാനം. പക്ഷേ എന്ത് ധാർമ്മികതയാണ് അദ്ദേഹത്തിനുള്ളത്? ഈ പറയുന്നയാൾ ഒരു കുറ്റവാളിയാണ്, പലതവണ ശിക്ഷിക്കപ്പെട്ട റേപ്പിസ്റ്റ്. അയാൾ ഒരു പീഡോഫൈൽ കൂടിയാണ്, ലോകത്തെ തന്നെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ. ആ ധാർമ്മികതയെ പിൻപറ്റിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വരുത്തി വെക്കുക അപകടമാണ്. ഈ രാജ്യത്ത് ഭയപ്പെട്ട് ജീവിക്കുന്ന അനേകം മനുഷ്യരിൽ ഒരാളാണ് ഞാനും. ഇന്ന് ഈ കാണുന്നതാണ് അമേരിക്ക എന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ് വേദിയിലെ റെഡ് കാർപ്പറ്റിൽ നിന്നുകൊണ്ട് മാർക്ക് റുഫെല്ലോ സ്വന്തം രാജ്യത്തെയും ഭരണകൂടത്തെയും കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അവാർഡ് വേദി സാക്ഷ്യം വഹിച്ചത് തുടർച്ചയായി മുഴങ്ങിക്കേട്ട നിരവധി പ്രതിഷേധ വാക്യങ്ങളാണ്. ഗോൾഡൻ ഗ്ലോബ്സ് എന്ന പ്രൗഢഗംഭീരമായ അന്താരാഷ്ട്ര സിനിമാ വേദി ഭരണകൂടത്തിന്റെ ദുഷ്പ്രവൃത്തികളെ തെളിച്ചും മറച്ചും ചോദ്യം ചെയ്തു. തദ്ദേശീയ ജനതയെ ദ്രോഹിച്ചതിന്റെ പേരിൽ ഓസ്കാർ നിരസിച്ച ബ്രാൻഡോയെ അവഹേളിച്ചിറക്കിവിട്ട ഹോളിവുഡ് ഇന്ന് താരത്തിളക്കമുള്ള ഈ വേദിയിലും രാജ്യത്തെ ധ്രുവീകരണ ശക്തികളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു, പ്രതിരോധിക്കുന്നു എന്ന് തിരുത്തി എഴുതുകയാണ്. കാലം പൊളിറ്റിക്കലാക്കി ഉരുക്കി വാർക്കുന്ന പുതിയ ഹോളിവുഡും ഗോൾഡൻ ഗ്ലോബ്സും. അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഗോൾഡൻ ഗ്ലോബ്സ് നടന്നത്. രണ്ടാം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് നടന്ന ആദ്യത്തെ പ്രധാന അവാർഡ് ദാന ചടങ്ങു കൂടിയായിരുന്നു അത്. കുടിയേറ്റ വിരുദ്ധത, വെനിസ്വേലയിലെ US ഇടപെടൽ പോലുള്ള വിദേശ നയ നടപടികൾ, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ പ്രവൃത്തികൾ ഉൾപ്പെടെ സമീപകാല സംഭവങ്ങൾ വിവാദങ്ങൾ കടുപ്പിച്ചതിനിടെ നടന്ന അന്താരാഷ്ട്ര ഇവന്റ്. ദിവസങ്ങൾക്ക് മുൻപാണ് മിനസോട്ടയിൽ ഒരു ICE ഏജന്റ് റെനി നിക്കോൾ ഗുഡ് എന്ന സ്ത്രീയെ തെരുവിൽ വെടിവെച്ചു കൊന്നത്. അവരെ ട്രംപ് ഭരണകൂടം ലേബൽ ചെയ്തത് ഡൊമസ്റ്റിക് ടെററിസ്റ്റ് എന്നായിരുന്നു. അതേ തുടർന്ന് രാജ്യത്താകെ ഉയർന്ന പ്രതിഷേധം റെഡ് കാർപ്പറ്റിലും ശക്തമായി പ്രതിഫലിച്ചു. ബി ഗുഡ് എന്ന് എഴുതിയ പിന്നുകളും ആക്സസറികളും താരങ്ങൾ തങ്ങളോട് ചേർത്ത് വെച്ചു. റെനിയെ ജനങ്ങളെയും മാധ്യമങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാർക്ക് റുഫെല്ലോ, വാണ്ട സൈക്സ്, ജീൻ സ്മാർട്ട്, അരിയാന ഗ്രാൻഡെ, നതാഷ ലിയോൺ, ടെസ തോംസൺ, ജമീല ജാമിൽ എന്നിവരുൾപ്പെടെ നിരവധി സെലിബ്രിറ്റികൾ ഈ പിന്നുകളുമായി വേദിയിലെത്തി. അവാർഡ് സമർപ്പിക്കാനായി എത്തിയ ജോർജ് ക്ലൂണി ഫ്രഞ്ച് ഭാഷയിൽ അഭിസംബോധന ചെയ്തതും ഏറെ വിവാദമായി. അടുത്തിടെ ജോർജ് ക്ലൂണിയും ഭാര്യ അമാൽ ക്ലൂണിയും അവരുടെ ഇരട്ട കുട്ടികളും ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പരസ്യ പ്രതികരണത്തിനുള്ള മറുപടിയായി ക്ലൂണിയുടെ വാക്കുകൾ വിലയിരുത്തപ്പെട്ടു. നമ്മളിപ്പോൾ സ്വേച്ഛാധിപത്യത്തിന് കീഴിലാണെന്ന് അവതാരകനായി എത്തിയ ജെഡ് അപ്പറ്റോവും തുറന്നടിച്ചു. മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകാനായി വേദിയിലെത്തവെയാണ് കഴിഞ്ഞ 10 വർഷമായി ഗോൾഡൻ ഗ്ലോബ്സിനെ സൈലന്റ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയായിരുന്നെന്നും അപ്പറ്റോ പറഞ്ഞത്. ഹോസ്റ്റായി എത്തിയ നിക്കി ഗ്ലേസൺ അമേരിക്കയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന ഗോൾഡൻ ഗ്ലോബ്സിനെ കളിയാക്കിക്കൊണ്ടാണ് തന്റെ മോണോലോഗ് ആരംഭിച്ചത്. ഏറ്റവും മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് അർഹിക്കുന്നത് CBS ന്യൂസ് ആണെന്നും ഗ്ലേസർ തമാശ കലർത്തി ആഞ്ഞടിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കമല ഹാരിസിന്റെ 60 മിനിറ്റ് നീണ്ട അഭിമുഖം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയതിനെ തുടർന്നുണ്ടായ വിവാദത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഗ്ലേസർ. മികച്ച സഹനടിക്കുള്ള അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ടിയാന ടൈലർ പറഞ്ഞ വാക്കുകളും കയ്യടി നേടി. ടു മൈ ബ്രൗൺ സിസ്റ്റേഴ്സ് ആൻഡ് ലിറ്റിൽ ബ്രൗൺ ഗേൾസ് വാച്ചിങ് ടുനൈറ്റ്, നമ്മുടെ മൃദുത്വം ഒരു ബാധ്യതയല്ല. നമ്മുടെ വെളിച്ചത്തിന് പ്രകാശിക്കാൻ അനുവാദം ആവശ്യമില്ല. നമ്മൾ കടന്നു ചെല്ലുന്ന ഓരോ മുറിയിലും നമ്മൾ ഉൾപ്പെടുന്നു. നമ്മുടെ ശബ്ദങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളും ഇടമർഹിക്കുന്നു. എല്ലാവർക്കും നന്ദി എന്നാണ് ടൈലർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളെ, വൈറ്റ് സുപ്രീമസിയെ, പ്യൂരിറ്റൻ ആശയങ്ങളെയൊക്കെയും വിമർശിച്ചെത്തിയ പോൾ ആൻഡേഴ്സൺ ഡിക്കാപ്രിയോ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലെ പ്രകടനത്തിനായിരുന്നു ടിയാനയ്ക്ക് അവാർഡ് ലഭിച്ചത്. ഇതേ ചിത്രത്തിന് മികച്ച സംവിധായകൻ, തിരക്കഥാകൃത്ത്, മ്യൂസിക്കൽ കോമഡി ഓണറിലെ മികച്ച ചിത്രം എന്നിവയടക്കം 4 അവാർഡുകളാണ് ലഭിച്ചത്. ഈ വർഷം ഏറ്റവും അധികം അവാർഡുകൾ വാരിക്കൂട്ടിയതും ഭരണകൂട നയങ്ങളെ ലോകത്തിനു മുന്നിൽ കളിയാക്കി നിർത്തിയ ഇതേ ചിത്രവും നവലിബറൽ ലോകത്തിലെ പുതുതലമുറയുടെ ക്രൈസിസ് വിഷയമാക്കിയ അഡോളസൻസുമാണ്. സിനിമകളുടെ തിരഞ്ഞെടുപ്പിലും സിനിമാ ലോകത്തിന്റെ തിരഞ്ഞെടുപ്പുകളിലും അവാർഡ് വേദികൾ ശക്തമായ ടൂളുകളായി മാറുന്നത് ആദ്യമായല്ല. 9 വർഷങ്ങൾക്ക് മുൻപാണ് മെറിൽ സ്ട്രീപ്പ് ഇതേ വേദിയിൽ ട്രംപിനെതിരെ അമേരിക്കയുടെ വിദേശ നയത്തിനെതിരെ തുറന്നടിച്ചത്. ഹോളിവുഡ് നിർമ്മിക്കപ്പെട്ടത് അമേരിക്കൻ വംശജരാൽ മാത്രമല്ലെന്നും പല ദേശങ്ങളിൽ നിന്നെത്തിയ പലതരം മനുഷ്യർ ചേർന്ന് വാർത്തെടുത്തതാണ് ഈ കൂട്ടമെന്നും മെറിൽ ഓർമ്മിപ്പിച്ചു. അമേരിക്കരല്ലാത്തവരെ പുറത്തു നിർത്തിയാൽ അമേരിക്കയ്ക്ക് കണ്ടിരിക്കാൻ ഫുട്ബോളും മാർഷൽ ആർട്സും മാത്രമേ ബാക്കി കാണൂ എന്നും അവർ പറഞ്ഞു വെച്ചു. റോബർട്ട് ഡിനീറിയോയുടെ ട്രംപിനെതിരായ സ്റ്റേറ്റ്മെന്റും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട്. 2018 ടോണി അവാർഡ്സിൽ ഡിനീറിയോ നടത്തിയ പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസത്തെ ഗോൾഡൻ ഗ്ലോബ്സിലെ പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള സ്റ്റേറ്റ്മെന്റുകളുമായി സാമ്യമുള്ളതുകൊണ്ടാകാം വീണ്ടും അതേ വാക്കുകൾ പ്രതിധ്വനിക്കുന്നത്.
വരാനിരിക്കുന്ന അക്കാദമി അവാർഡിലും ജിയോ പൊളിറ്റിക്സ് പ്രമേയമായ സിനിമകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ സിനിമാ ലോകത്ത് നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.